ഇന്ന് ഈ 2025 ഫെബ്രുവരി 12 ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷം കംപ്ലീറ്റ് ആയിട്ടാ. അപ്പോൾ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ ലവ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ലവ് സ്റ്റോറി എന്ന് പറയാൻ അങ്ങനെ വലിയ സ്റ്റോറിയൊന്നും ഇല്ല. ഒന്ന് ഇത് എൻ്റെ അച്ഛൻ്റെ മരുമോനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലേ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം അങ്ങനെ എന്നോട് പിന്നെ നിനക്ക് അതെ. അപ്പോൾ മൂപ്പര് ഇതും പറഞ്ഞിട്ട് ഓടി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പാവല്ലേ വീണ്ടും വന്നു. അപ്പോൾ അങ്ങനെ പിന്നെ കല്യാണം ഞങ്ങൾ ആദ്യം തീരുമാനിച്ച് പിന്നെ വീട്ടിൽ സമ്മതം പറഞ്ഞു. കല്യാണം വലിയ ഗ്രാൻഡായിട്ട് വീട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അങ്ങനെ കല്യാണം കഴിച്ചു. അതെ. പിന്നെന്താ അറിയോ, പിന്നെ ഈ ഞങ്ങൾ കുറേ കാലം ഇങ്ങനെ ഞാൻ ഉണ്ണിയേട്ടൻ പറയും നീ എന്നോട് കുറേ കാലം ഇങ്ങനെ സംസാരിക്കാതെ ഉണ്ടായിരുന്നില്ലേ. അപ്പം അതിന് കാരണം എന്താ പറഞ്ഞാൽ ഈ നാട്ടിൻപുറമല്ലേ. അപ്പം ഈ അമ്മാമ്മൻ്റെ മോള് മുറപ്പെണ്ണ് എന്നെല്ലാം മുറച്ചെറുക്കൻ എന്നെല്ലാം പറയുമ്പോൾ അവർക്ക് പിന്നെ ഒരു ഇതായിരിക്കും. അപ്പോൾ ഈ ഉണ്ണിയേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ വരെയും പോവുകയെല്ലാം ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് വായിച്ചു തരുമായിരുന്നു കേട്ടോ. 10ാം ക്ലാസ്സിൽ പുസ്തകമെല്ലാം വായിച്ചു തരുമായിരുന്നു. പിന്നെ വെള്ളമെല്ലാം എടുക്കും. ഞാൻ വെള്ളം എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ മൂപ്പർ എനിക്ക് വെള്ളം എടുത്ത് തരും. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെ ആളുകളത് അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ആ ചെറിയ കുട്ടിയാവുമ്പോൾ ഇങ്ങനെ കുറച്ച് പ്രായമുള്ളവരെല്ലാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ണി ഇവളെ കല്യാണം കഴിക്കണം അല്ലെ കഴിക്കട്ടെ, ഉണ്ണി ഇവളെ കല്യാണം കഴിച്ചാൽ നല്ലതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അവർ പറയുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ ഞാൻ പിന്നെ അവരെ വീട്ടിലേക്കും പോകില്ല, ഇയാൾ വീട്ടിലേക്ക് വന്നാലും ഞാൻ സംസാരിക്കുകയും ചെയ്യില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ പറഞ്ഞൊരു എന്തോ ഒരു എനിക്കൊരു അനിഷ്ടം, ചെറിയ കുട്ടിയായതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചു. അങ്ങനെ ഇപ്പോൾ തട്ടിയും മുട്ടിയും എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ അതെ അതെ അങ്ങനെ അതെ അങ്ങനെ പിന്നെ ജീവിച്ച് ഇതുവരെ എത്തി. അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ ഒരു അന്നെല്ലാവരും പല പ്രതികരണങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്തു എന്നുള്ളത്, പിന്നൊന്ന് ഇവളെ കുറച്ച് കഴിഞ്ഞാൽ താല്പര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കഴിഞ്ഞാൽ പിന്നെ ഓൻ വിട്ടിട്ട് പോവും, അങ്ങനെയുള്ള ഒരുപാട് പ്രതികരണം. പിന്നെ ചിലർ മ്യൂച്വൽ, അതായത് പൂരക ഭാഗ്യാന്നുള്ള രീതിയിൽ ചിലരൊക്കെ പ്രതികരിച്ചു. അപ്പം ഞാൻ അങ്ങനെ ഒരു അതെ അപ്പം ഞാൻ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്താ പറഞ്ഞാലേ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റും. പക്ഷെ അവർക്കൊരിക്കലും അത് മടുപ്പ് എന്നുള്ളത് തോന്നാൻ പാടില്ല. അതിൻ്റെ കഠിനാധ്വാനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.